വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. ഐ ആം ധന്യ ജോർജ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് വെനസ്ഡേ ആണ്, മെയ് 20 ആണ്. ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ XISTയുടെ ഒരു മൂവ്മെന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു അനാലിസിസ് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഇന്നലത്തെ ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റും അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് തൊട്ട് ഏകദേശം ഒരു 8:30 വരെയുള്ള ഒരു മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. മെയിൻലി ഒരു ഇൻട്രാഡേ ട്രേഡിങ്ങിനായിരിക്കും ഇത് കൂടുതൽ യൂസ്ഫുൾ ആകുക. എന്നിരുന്നാൽ പോലും സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ കണ്ട ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം റിസ്കിൽ മാത്രമായിരിക്കും. ഇന്നത്തെ ഒരു അനാലിസിസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്നത്തെ ഒരു ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് സെല്ലാണ്. ഇപ്പൊ ഒരു 2-3 വീക്സ് ആയിട്ട് തന്നെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എപ്പോഴും വരുന്നത് സെല്ലാണ്. സെല്ലിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതകളാണ്. എപ്പോഴും കുറച്ച് ബൈകളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ അത് വലിയ സെല്ലിലേക്ക് മാറാനുള്ള സാധ്യതകളാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലത്തെ ഒരു മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ട് ഇന്നലെ മാർക്കറ്റ് ഈവനിങ്ങോടുകൂടി വലിയൊരു സെല്ലിലേക്ക് പോയിരുന്നു. 4465 ലെവൽ വരെയാണ് ഇന്നലെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും 4512 14 റേഞ്ചിലേക്ക് പോയിട്ട് വീണ്ടും നൈറ്റ് 4477 വരെ മാർക്കറ്റ് വീണ്ടും ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് 4509 ഒരു ഹയസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും വലിയൊരു ഫാൾ വന്നിട്ട് 4556-59 വരെ മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും 4489 നിന്നാണ് ഒരു റിജക്ഷൻ വന്ന് 4459 വരെ വീണ്ടും ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം നമുക്ക് മാർക്കറ്റ് നോക്കുന്ന സമയത്ത് ഒരു ചാർട്ട് അനാലിസിസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അനാലിസിസ് ചെയ്ത് വേഗം തന്നെ എൻട്രികൾ എടുത്തില്ലെങ്കിൽ നമ്മൾ ചാർട്ടൊക്കെ ഫിനിഷ് ചെയ്ത് വരുമ്പോഴത്തേനും നമ്മുടെ TP റിജക്റ്റ് ആയി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ടാണ് ഡൗൺ ആകുന്നത്. ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എല്ലാ ഹയർ ടൈം ഫ്രെയിമുകളും ലോവർ ടൈം ഫ്രെയിമുകളും എല്ലാം സെല്ലിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ ഒരു ഓൾമോസ്റ്റ് ഇന്നത്തെ ഒരു സെല്ല് ഫിനിഷ് ചെയ്തോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 4456 ബ്രേക്ക് ചെയ്ത് വലിയൊരു റെഡ് ക്യാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ 4440 30 20 റേഞ്ചുകളിലേക്ക് മാർക്കറ്റ് വീണ്ടും ഡൗൺ ആകും. അതല്ല എന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ, ഒരു ബൈ പോകാൻ ചാൻസസ് ഉള്ള നിലവിലുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 4456 ടു 4460 ആണ്. അത് വളരെ വേഗത്തിൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയയാണ്. അവിടെ നിന്ന് നമ്മൾ ഒരു ബൈ പ്ലേസ് ചെയ്ത് സ്കാൽപ്പ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു കുറച്ച് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 4489-98 റേഞ്ചുകളാണ്. അതായത് അതിന് മുകളിൽ 4489 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വീണ്ടും 4498 500 ലെവലുകളിലേക്ക് പോകും. 4502 ബ്രേക്ക് ചെയ്താൽ 4509 512 ലെവലിലേക്ക് പോകും. 512 14 15 ബ്രേക്ക് ചെയ്താൽ 4520 28 റേഞ്ചുകളിലേക്കൊക്കെ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട്. അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള 4520 മുതൽ 28 വരെയുള്ള റേഞ്ച് ഒക്കെ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. അവിടേക്കൊന്നും പോകാനുള്ള സാധ്യത നിലവിൽ ചാർട്ട് വെച്ചിട്ട് കാണുന്നില്ല. അപ്പം വീണ്ടും ഡൗൺ ആകാനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. ഇപ്പൊ മാർക്കറ്റ് ഡൗണിലേക്ക് പോവുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 4538 45 റേഞ്ചുകളൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളായിരിക്കും. 38 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 28 25 റേഞ്ചുകൾ, പിന്നെ 4418 4408 ആ ഒരു റേഞ്ചുകളിലേക്കൊക്കെ മാർക്കറ്റ് ഡൗൺ ആകാനുള്ള സാധ്യതകളുണ്ട്. ഈ 4556 ബ്രേക്ക് ചെയ്താൽ മാത്രമേ അത്തരം രീതിയിലുള്ള ഒരു ഡൗൺ ആകാനുള്ള സാധ്യതകളുണ്ട്. മാർക്കറ്റ് ഇപ്പൊ ഡേ ടൈമിൽ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണ്. സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ലോസ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സൈഡ് വേസ് മാർക്കറ്റിൽ എപ്പോഴും കൂടുതൽ ആക്റ്റീവായിട്ട് വർക്ക് ആകുന്നത് റെസിസ്റ്റൻസ് സപ്പോർട്ട് തന്നെയാണ്. അല്ലാതെയുള്ള സ്ട്രാറ്റജികൾ വർക്ക് ആകുന്നത് കുറച്ച് കുറവായിരിക്കും. റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാലാണ് ഈ ഒരു റേഞ്ച് മാർക്കറ്റിൽ നമുക്ക് ഒരു സ്ട്രേറ്റ് മാർക്കറ്റിൽ നമുക്ക് കുറച്ച് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതകൾ ഉള്ളത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കും. അതിനുശേഷം മാത്രമേ വലിയൊരു ഡൗണിലേക്കാണെങ്കിൽ കൂടുതലായിട്ട് ഡൗണിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. മാർക്കറ്റ് കൂടുതലും ഡൗണിലേക്ക് പോകാനുള്ള സാധ്യതകൾ തന്നെയാണ് ഉള്ളത്. കാരണം ഡേ ക്യാൻഡിലൊക്കെ എടുക്കുമ്പോൾ സെല്ലിൽ തന്നെ
തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഡൗണിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു ലോങ് വെയിറ്റ് ചെയ്യുന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് കയറി വരുമ്പോഴൊക്കെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റീസ് എടുക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഗോൾഡ് എപ്പോഴും ബൈയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു 2-3 വീക്സ് ആയിട്ട് മാർക്കറ്റ് എപ്പോഴും ഡൗൺ ആകാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. ബാക്കിയുള്ള ബൈ പൊസിഷൻസ് ഒക്കെ ഒരു എൻട്രികൾക്ക് പോകുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ ഗോൾഡിന്റെ അനാലിസിസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗോൾഡ് ആൻഡ് BTC കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.